ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പം ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്, മദർഹുഡിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടാവും. മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ചെയ്യുന്നതായിരിക്കാം. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ അമ്മ എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു അബണ്ടൻസിൻ്റെ കാർഡാണ്. ആസ് എ ഫീമെയിൽ എനർജി, ഈ ഫെമിനിറ്റിയുടെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് എംപ്രസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആസ് എ വുമൺ നിങ്ങൾ ഭയങ്കര അബണ്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിരിക്കും. ഫിനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസിങ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഒരു നർച്ചറിങ് മദറാണ്. നിങ്ങൾ എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും. അവരുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട്, പരിപാലനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഇത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കുമ്പോഴാണോ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ പറ്റുന്നത്, ആ ആളെ കാണാനോ അവരുമായിട്ട് നിങ്ങൾക്ക് ചേർന്നിരിക്കാനോ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള, ഫെർട്ടൈലായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും. ആ ആളുടെ ഒരു സാന്നിധ്യം വേണമെന്നില്ല, ആ ഒരു എനർജിയിലായിരിക്കും. അതായത് നിങ്ങൾ വളരെ ക്രിയേറ്റീവായിരിക്കും. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ എംപ്രസ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് അബണ്ടൻസിൻ്റെ കാർഡാണ്, മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസം എന്നാണ് എംപ്രസിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കാർഡ് റീഡ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വരുന്ന ഒരു കാർഡിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിരിക്കും നമ്മളൊരു റീഡിങ്ങിന് തമ്പനയിലായിട്ട് കൊടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണ്ടെന്ന് എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലാണ് ഞാൻ നെഗറ്റീവായിട്ടുള്ള ടാഗ് ലൈൻസ് ഇടാറുള്ളത്. കാരണം നിങ്ങളത് കണ്ടിട്ട് നെഗറ്റീവ് അടിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാനപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഹെഡിങ്സ്, തമ്പനെയിൽസ് കൊടുക്കും. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങളത് കാണണ്ട, വീഡിയോസ് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ നിങ്ങളത് കാണണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ വീഡിയോയിൽ നല്ല കാര്യങ്ങളുണ്ട് എങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള കമൻസ് ആയിരിക്കും, പോസിറ്റീവായിട്ടുള്ള തമ്പനയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പോസിറ്റിവിറ്റി കാണുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇതിൽ പറയുന്നത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷൻ പുറത്തെടുക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ഏറ്റവും നല്ല ഹൈ എനർജിയിലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യത. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനാണ് ഇന്നത്തേത്. ഇതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പ് പറയാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ദ ബെസ്റ്റ് ഫീമെയിൽ എനർജി ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഡീഫമേഷൻ, അതായത് നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസ് ആരെങ്കിലും പറയാനും സാധ്യതയുണ്ട് എന്നാണ് എംപ്രസ് എനർജി പറയുന്നത്. ഇതൊരു പ്രൊഡക്ടിവിറ്റിയുടെയും സെക്ഷുവാലിറ്റിയുടെയും കൂടെ കാർഡാണ്. അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ അറ്റൈൻമെൻറ്റ്, ഫിസിക്കൽ ഇൻറ്റിമസിക്കുള്ളൊരു താല്പര്യമൊക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എംപ്രസ് എനർജി പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ആരെങ്കിലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊളാബറേഷൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ 3 പേര് ചേർന്നായിരിക്കും. 3 ഓഫ് പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് ചിലപ്പോൾ 3 പേര് ചേർന്ന് ഒരു ടീമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നുണ്ടാവും. 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ പുതിയൊരു കാര്യം, പുതിയൊരു സ്കില്ല് പഠിക്കുക, അതിൽ നിന്ന് പണം ഏൺ ചെയ്യുക. ഫ്യൂച്ചറിൽ പണം ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ പുതിയ ചിലപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളൊരു മധ്യസ്ഥനെ വെക്കുക, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, അതാവാം. ഇതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ്
പെൻറ്റക്കിൾസ്. ഇതൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഗൈഡൻസ് എടുക്കുന്നതാണെന്നും പറഞ്ഞു. അത് ചിലപ്പോൾ മതപരമായിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ പൂജാരിയോട് പറയുന്നതായിരിക്കാം, പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ പാഴ്സനോട് പറയുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾ അതിലൊരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് തന്നെ മറ്റുള്ളവരെ യോജിപ്പിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ മധ്യസ്ഥത നിൽക്കുക, നിങ്ങൾ അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. ഇതൊരു ടീം വർക്കിൻ്റെ കാർഡാണ്. എന്തോ ഒരു പ്രശ്നത്തിനെ ഒരുമിച്ച് നിന്ന് നേരിട്ട് അതിനെ കോംപ്രമൈസ് ആക്കുന്നു, കൊളാബറേഷനിലൂടെ അതിനെ സോൾവ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കെതിരെ കോൺസ്പിരസി നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളില്ലാത്ത സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കോൺസ്പിരസീസ് നടത്താൻ സാധ്യത ഉണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് മറ്റുള്ളവരോട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യം ഇല്ല. അത് മറ്റുള്ളവരോട് പറയുന്നുണ്ടാവാം. നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞ രീതിയിലായിരിക്കില്ല അപ്പുറത്ത് ചെല്ലുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാവരോടും പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. ദെൻ ഹൈ പ്രീസ്റ്റസ് ആണ്. വീണ്ടും ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്. സ്പിരിച്വൽ ഫീമെയിൽ എനർജി ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. നിങ്ങൾ ഇന്നേ ദിവസം ഇതേ എനർജിയിലായിരിക്കും. നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കുള്ള വഴി നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ, ചിലപ്പോൾ അമ്മയെ ഫോൺ വിളിച്ച് എന്തെങ്കിലും ഏറെ നേരം സംസാരിക്കുന്നതായിരിക്കാം, അമ്മയിൽ നിന്നൊരു ഉപദേശം തേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം വിളിച്ച് അമ്മയോട് പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജി ഉണ്ട്. അമ്മയാവാം, അമ്മയെപ്പോലെ നിങ്ങൾ പരിഗണിക്കുന്ന ഒരു ലേഡി ആകാം. അങ്ങനെ ഒരു എനർജി ഉണ്ട്. അതുപോലെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ കാണാനും അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഇന്ന് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. അതായത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടുക, അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. അങ്ങനെയുള്ള ഗട്ട് ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഞാനത് ചെയ്യണോ വേണ്ടയോ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരമായിരിക്കും ശരി. അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. നമ്മളെ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ഉപദേശം തേടി പോകുന്നത്, നമ്മൾ ആ ഇൻഡ്യൂഷനെ വകവയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾക്കിന്ന് നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിവുകൾ, ചിലപ്പം റിവീൽഡ് അല്ലാത്ത ചില അറിവുകളൊക്കെ നിങ്ങളിലേക്ക് തന്നെ വരും. അതായത് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഹൈഡായിട്ടിരിക്കുമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ട് ഇങ്ങനെ ക്ലൂ തന്നുകൊണ്ടിരിക്കും. നീ അങ്ങോട്ട് പോകണ്ട, അവിടെ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാനുണ്ടെന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡ് ഫ്ലാഗിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണം, നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം, അതിനെ അനുസരിക്കണം. അതുപോലെ ഈ സീക്രട്ട് നോളജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളിലെ സ്പിരിച്വാലിറ്റിയുടെ വളർച്ച അല്ലെങ്കിൽ ഉയരത്തിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ഹൈ മൊറാൽസിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന ദിവസമായിരിക്കും. അപ്പം മറ്റുള്ളവർ ഉപദേശിക്കുക, മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ. ദെൻ ജസ്റ്റിസ് ആണ്. ഇതൊരു നീതി നടപ്പിലാവുന്നു എന്നുള്ളതാണ്. ഒരു ഫെയർ നീതി, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാവാം. ചിലപ്പോൾ നിങ്ങൾ നീതി കിട്ടാതെ ഒരുപാട് കാലമായിട്ട് ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു നീതി, ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ സോറി പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആൾ വന്ന് നിങ്ങളോട് സോറി എനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്ത ആളുകളാണെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന പോലെ അബദ്ധം പറ്റിയതാണ്, ഞാൻ പിന്നെ അത് തരാം എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഒരുപക്ഷെ ഒരു നല്ല വാക്കായിരിക്കും ഒരു നീതി എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നീതി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നിങ്ങൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നല്ല നീതി കിട്ടും. ഇനി നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളതിനെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു നീതിയായിരിക്കും ഡെലിവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇതുവരെ നമ്മൾ ചെയ്തത് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പലരോടും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും നമ്മളായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് തെറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു നീതി നടപ്പിലാകാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ഇത് കോടതി കേസ് അങ്ങനെയൊക്കെ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിന് വിധിയൊക്കെ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നീതി ലഭിക്കാനാണ് സാധ്യത. ദെൻ ടെമ്പറൻസ് ആണ്, ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത് വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഒരു ബാലൻസ് വരുന്നതായിരിക്കാം, നീതി നടപ്പിലാവുന്നതായിരിക്കാം, അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. ഇനി പൈസാപരമായിട്ട് നിങ്ങൾ പണം വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നേ ദിവസം അത് ഒരു മിതവ്യയം പാലിക്കുക. നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ടെമ്പറൻസിന് കാർഡ് പറയുന്നത്. ഇനി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫീമെയിൽ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഇന്ന് അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രഹസ്യം നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളത് അറിയുന്നതായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും അങ്ങനെ ഒരാളുണ്ടോ എന്ന് തോന്നുക. അതിനെക്കുറിച്ച് നിങ്ങൾ സംശയിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് ഹസ്ബൻഡോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ ലവറോ ആരോ ആയിക്കോട്ടെ, അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിരിക്കാം. അതവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്. അവിടെ ജസ്റ്റിസിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതവിടെ സംഭവിക്കേണ്ടതാണ്, അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാവേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യം പറഞ്ഞെന്ന് ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, അത് കോംപ്രമൈസ് ആയിക്കോളും, അതവിടെ നടക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കാർഡ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി അത് കോംപ്രമൈസ് ആകുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് വന്നേക്കുന്നത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഇതൊരു യാത്രയുടെ കാർഡാണ്. ഇതൊരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുക, കാരണം അവർ ചിലപ്പോൾ നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കെതിരെയോ നിങ്ങൾക്ക് നല്ലതായിട്ടോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുന്നോ അക്കാര്യം ചെയ്യുക, തിരിച്ചു വരിക. പക്ഷെ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക. നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശവലയമുണ്ട്. ആ പ്രകാശവലയം യൂണിവേഴ്സായിട്ട് നിങ്ങളെ നൽകുന്ന പ്രൊട്ടക്ഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങളതിൽ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. മറ്റുള്ള ആളുകളുടെ എനർജിയിലേക്ക് നിങ്ങൾ പോവരുത്. കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ എനർജി അവർ സ്ക്വീസ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുക്കുവാട്ടെ, അവരെ ഹഗ് ചെയ്യുവാട്ടെ, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുവാട്ടെ, ചിലപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അവർ നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്ക്വീസ് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ എനർജി ഫുള്ള് പോകും. തിരിച്ചു വന്നാൽ പിന്നെ നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല. വെറുതെ കടന്നുറങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ എനർജി ഇന്ന് വളരെയധികം സൂക്ഷിക്കണം എന്നാണ്. പിന്നെ ഇതൊരു ഓവർസീസ് യാത്രയുടെ കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടാവാം. അത്തരത്തിലുള്ള എനർജി ഉണ്ട്. ഇനി വെള്ളത്തിൽ കളിക്കാൻ പോകുന്ന ആളുകൾ, അത് പൂളിലാവാം, കടലിലാവാം, കായലിലാവാം, അങ്ങനെയുള്ള എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഓക്കെ, പിന്നെ ഇതൊരു സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്യമം നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊരു സക്സസ് ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു കാർമിക് സൈക്കിൾ, ഒരു ജീവിത ചക്രം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അറ്റൈൻമെൻ്റ് ആണ്, മോക്ഷമാണ്. അതായത് നിങ്ങൾ എന്ത് ഒരു കാർമിക് ഫലം അനുഭവിക്കാനാണോ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അത് ചിലപ്പോൾ ഇന്നേ ദിവസം ആ ഏറ്റവും പ്രധാനപ്പെട്ട കാർമിക് സിറ്റുവേഷൻ ഇന്ന് എൻഡായി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ചിലപ്പോൾ ഇനി പുതിയ ഒരു കാർമിക്, കൊച്ചു കാര്യങ്ങൾക്കുള്ള കാർമിക് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഇനിയുള്ള ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റൻ വേർഷൻ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇന്നേ ദിവസം ചിലപ്പോൾ അത് അവസാനിച്ചു പോകാനും അടുത്ത ദിവസം മുതൽ നിങ്ങൾ ആ ഒരു കാർമിക് സിറ്റുവേഷൻ അവസാനിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് ലൈഫിൽ പ്രധാനപ്പെട്ടതായി നടക്കുന്നുള്ളൂ. കാരണം നിങ്ങൾ അറ്റൈൻമെൻറ്റിൽ എത്തിയവരായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. കാരണം ഒരു കാർമിക് സൈക്കിൾ എൻഡാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്ന് സൂക്ഷിക്കണം. ദെൻ പിന്നെ എന്തായിരുന്നു വേൾഡ് കാർഡ്, വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ, ഓർക്കുമ്പോൾ പറയാം. ഓക്കെ, അടുത്ത കാർഡ്
3 ഓഫ് വാണ്ടാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആരോ ഉണ്ട്, വിദേശയാത്ര പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പോകാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കൺഫർമേഷൻ വരുന്നതാവാം. ഇത് 3 ഓഫ് വാണ്ടും പറയുന്നത് നിങ്ങൾ മുന്നിലേക്ക് പോകുന്നു. ചിലപ്പോൾ നിങ്ങളൊരു എന്താണ് ഒരു നിങ്ങളിപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യുന്നവരാണ്, ഒരു സംരംഭം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ബ്രാഞ്ചുകൾ തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പാൻഷനാണിത്. വിദേശത്തേക്ക് നോക്കി എനിക്ക് അവിടെ സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നൊരു എനർജിയാണ്. അതുപോലെ ഇതും വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുടെ എനർജിയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിരിക്കും. അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും, അവർക്കുള്ള ഗൈഡൻസ് ആണിത്. അപ്പോൾ ആരൊക്കെയോ വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി പോകാനായിരിക്കും, ജോലിക്ക് വേണ്ടിയായിരിക്കും പോകാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ല വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. 10 ഓഫ് കപ്പ് ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ അവരോടൊപ്പം ചേർന്ന് നിങ്ങളൊരു യാത്ര ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി എല്ലാവരും പലയിടത്താണെങ്കിൽ എല്ലാവരും കൂടെ വന്ന് ചേർന്ന് നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ടാവാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടാവാം, ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതാവാം. അതായത് നിങ്ങളുടെ ഫാമിലി ടൈം കുറേ ക്വാളിറ്റി ടൈം ഇന്ന് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു യൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അതുപോലുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിലും ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകളൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്കും ഒരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഫാമിലി ഓറിയൻറ്റഡ് മീൻസ് ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ടെന്നാണ്. അതാണ് 10 ഓഫ് കപ്പ്. ഫാമിലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. ദെൻ കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയുടെ ഇൻ്റലക്റ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നേരെ പോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ പോ വരുമ്പം നമ്മൾ ആരുടെയും പക്ഷം ചേരാതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കല്ല, നമ്മളോട് മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ എന്നാലും എൻ്റെ കൂടെ നിന്നില്ലല്ലോ, എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് അവരെന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് കൊടുക്കാതെ വരുമ്പോൾ, നമ്മൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കും, എന്നാലും അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവൾ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് സ്വോർഡ് വഴക്കിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ ഒരു നേരെ പോ എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കണം. നിങ്ങൾ ആരുടെയും പക്ഷം ചേരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നിങ്ങളുമായിട്ടൊന്ന് വഴക്കിന് വരാൻ സാധ്യതയുണ്ട്, വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം ഇമോഷൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളിന്ന് നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ ചിന്തയ്ക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇമോഷണലി ഇന്നേ ദിവസം ചിന്തിക്കാനേ പാടില്ല. നിങ്ങൾ തലച്ചോറ് വെച്ചിട്ട് ചിന്തിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി ചിന്തിച്ചാൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എംപററും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങളുടെ വഴക്കാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഈഗോ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ഹയർ അതോറിറ്റിയുടെ ഈഗോയുമായിട്ട് ചിലപ്പോൾ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഈഗോ വളരെ വലുതാണ്, അതിനേക്കാൾ ഈഗോ ആണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കിങ് ഓഫ് സ്വോർഡ്സും എംപററും പറയുന്നത്. ഇപ്പോൾ എംപറർ പറയുന്നത് ജീവിതത്തിൽ ഒരു സ്ട്രക്ചർ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്താൻ ശ്രമിക്കുന്നുണ്ടാവും, കുറച്ച് ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് എംപറർ പറയുന്നത്. സ്ട്രക്ചേർഡ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ്. ഇത് കോടതി, പോലീസ് കേസ് അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വക്കീല്, കോടതിയുമായി ബന്ധപ്പെട്ടതോ ഗവൺമെൻറ് ജോലിക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീൻസ് അവരോട് പോയി ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ പോയി ഒരു കാര്യം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കളക്ട്രേറ്റിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് നിങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് എംപറർ എനർജി പറയുന്നത്. കോടതിയാകാം, പോലീസാകാം, യൂണിഫോം ഇട്ട ആളുകളാവാം, പിന്നെ ഹയർ അതോറിറ്റീസ് ആകാം. അങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുകയോ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇത്തരം ആളുകളെ മീറ്റ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എംപറർ പറയുന്നത്.
പിന്നെ നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാനും സാധ്യതയുണ്ട്. ഈഗോ ഹേർട്ട് ആവാനും അതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇന്നൊരു ദിവസം നമ്മളിവരെ കണ്ടാൽ പോരാ, അപ്പോൾ നമ്മളതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഇന്ന ദിവസം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് എ ഇയർ ഫ്രം നൗ ആണ്. ഒരു വർഷത്തിനകം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. അതൊരു ടൈം ലൈൻ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു വർഷത്തിനകം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. ദെൻ ഇറ്റ്സ് അപ് ടു യു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ സാഹചര്യം മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് വിട്ട് തന്നിരിക്കുവാണ്. തീരുമാനം നിങ്ങൾ എടുക്കാനാണ് പറയുന്നത്. ദെൻ യു ആർ റെഡി. അതായത് നിങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ യൂണിവേഴ്സ് കടത്തി വിട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓഫർ സ്വീകരിക്കണമോ സ്വീകരിക്കണ്ടയോ എന്ന് ഉള്ള പരീക്ഷണമായിരിക്കും ഇത്രയും നാളുകൊണ്ട് യൂണിവേഴ്സ് നടത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾ വീണ്ടും ഇങ്ങനെയൊരു അവസരം വന്നാൽ സ്വീകരിക്കുമോ, ഇങ്ങനെയൊരു അവസരം വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വീണ്ടും അതേപോലൊരു സാഹചര്യത്തിൽ ഇന്നേ ദിവസം കൊണ്ടുപോയി നിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അപ് ടു യു ആർ റെഡി. ഇന്നത്തെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ മാത്രമാണ് തീരുമാനം. അപ്പോൾ നിങ്ങൾ ഈ ഒരു നല്ല തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറേ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ട്രൂ ലവ് ആണ്. ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. ശരിക്കും നിങ്ങളിപ്പോൾ ആരുടെ കൂടെയാണോ ഉള്ളത്, ആരെയാണോ നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെയാണോ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്നേഹം, പ്രണയം, ട്രൂ ലവ് ഇതാണെന്നാണ് പറയുന്നത്. നിങ്ങളിനി മറ്റൊരു സ്നേഹം, പ്രണയം നോക്കി പോകേണ്ടതില്ല. ഇതാണ് ദിസ് ഈസ് ദ ലൈഫ് ടൈം ട്രൂ ലവ് എന്നാണ് പറയുന്നത്. ദെൻ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ്. നിങ്ങൾക്ക് ലവ് ലൈഫ് ബെനിഫിറ്റഡ് ആവണമെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലത്തെ ഹീൽ ചെയ്യപ്പെടാത്ത ഫാമിലി ഇഷ്യൂസിനെ ഹീൽ ചെയ്യണം. നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഫാമിലിയിൽ നിൽക്കുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ട്രൂ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ദെൻ റിട്രീറ്റ് ആണ്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. യു ജസ്റ്റ് take a hold of the hand of your person and go away. അവിടെ റിട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട്ടുപൊക്കോളൂ. നിങ്ങളുടെ പ്രണയിക്കുന്ന ആളുടെ കൈയും പിടിച്ച് നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിട്ടുപൊക്കോളാനാണ് പറയുന്നത്. അപ്പം ഇന്ന് നിങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള പടിയും ചെങ്കോലും എല്ലാം. അപ്പോൾ ഇത് സബ്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. ഇതാണ് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.